ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് വിട്ടാലോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ചാറ്റ് GPT മിക്കവാറും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ എന്ത് അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് പറഞ്ഞാലും നമുക്കത് ഇങ്ങോട്ട് തിരിച്ച് അതിൻ്റെ റിപ്ലൈ തരുവാൻ ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിനോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാവുന്ന ഒരു AI റോബോട്ടിക്കാണ് നമ്മുടെ ചാറ്റ് GPT. അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് പുതിയ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ജെമിനി. ഇത് നമ്മുടെ ഗൂഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജെമിനി എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. ജസ്റ്റ് 1.23 MB അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ ഈ താഴെ കാണുന്ന സ്വിച്ച് എന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ യൂസ് ജെമിനി എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ പറ്റുക. ഈ താഴെ കാണുന്ന ടൈപ്പിൽ നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിനുള്ള ഉത്തരം ഈ AI ബോട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഹൗ ആർ യു ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ സെർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഐ എം ഡൂയിങ് വെൽ, താങ്ക് യു ഫോർ ആസ്കിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് വോയിസ് ആയിട്ട് കേൾക്കാം. ഈ വോയിസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ആയിട്ട് അത് കേൾക്കാൻ പറ്റും. പിന്നെ ഈ വോയിസ് താഴെ കാണുന്ന ഈ വോയിസ് റെക്കോർഡിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് റിസൾട്ടായിട്ട് വരുന്നതാണ്. അതുപോലെ ഈ ക്യാമറ ഐക്കൺ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യാമറ ഓപ്പൺ ആവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം, ഇപ്പോൾ ഒരു പേസ്റ്റിൻ്റെ ഒരു കവറാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുപോലെ എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് സംഭവങ്ങളായിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ നേരെ നിൽക്കുമ്പോൾ റൂമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ബോർഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതിൻ്റെ ആംബിയർ എത്രയാണ്, അതിൻ്റെ വാട്ട്സ് എത്രയാണ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, അതിൻ്റെ കമ്പനി കാര്യങ്ങളൊക്കെ, അതിൻ്റെ വെറൈറ്റി സാധനങ്ങൾ എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നമ്മൾ ഈ മേലെ കാണുന്ന പ്രൊഫൈലില്ലേ, ജിമെയിൽ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ താഴെ സെറ്റിങ്സ് എടുക്കുക. അതിൽ സെറ്റിങ്സിൽ നമുക്കിവിടെ ലാംഗ്വേജ് എന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിൽ ഈ ബ്ലൂ കാണുന്നതുണ്ടോ റൗണ്ടിൽ, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഇംഗ്ലീഷിലാണല്ലോ നമ്മൾ ഒക്കെ കാണുന്നത്, അത് മലയാളത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ താഴെ കാണുന്ന ആഡ് ലാംഗ്വേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് വേറെ ലാംഗ്വേജ് ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് വെക്കാമെന്നേ ഉള്ളൂ. കറൻ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ള ഇതാണ്. അപ്പോൾ നമുക്ക് അവിടെ മലയാളം ആക്കണം. അപ്പോൾ അതിന് നമ്മളവിടെ ഇംഗ്ലീഷ് ഇന്ത്യ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നേരെ താഴോട്ട് വരാം. ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ മലയാളം ഇന്ത്യ എന്ന് കാണും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് മാറി ഓട്ടോമാറ്റിക്കലി ബാക്കോട്ട് വന്നു. ഇനി നമുക്കിവിടെ ഈ താഴെ കാണുന്ന സെൻറ്ററിൽ കാണുന്ന ബട്ടൺ നമ്മൾ ഓക്കെ ഗൂഗിളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മലയാളത്തിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ താഴെ കാണുന്ന റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ സംസാരിച്ചുകൊണ്ട് അതിൻ്റെ മറുപടി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് വേണമെങ്കിലും എന്ത് വരും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഓട്ടോബയോഗ്രഫി, ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ഓട്ടോബയോഗ്രഫി പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ പറഞ്ഞു, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥ വേണം, അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം സാറിൻ്റെ ഓട്ടോബയോഗ്രഫി വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. അതുപോലെ ആരുടെയും, അതുപോലെ എന്ത് വിവരം ഒക്കെ നിങ്ങൾക്ക് വോയിസിൽ കമാൻഡ് ഇതിൽ മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ജെമിനി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് പറയാം. അപ്പോൾ ഇതുപോലത്തെ കിഡിൽ ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.